ഞാനിന്നിവിടെ മാവ് കൃഷിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിലാണ് ഈ ചെറിയ മാവിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത്. 4 വർഷമായി ഈ മാവുകൾ നട്ടിട്ട്. നീലം, കോട്ടുക്കോണം എന്നീ ഇനങ്ങളാണ് ഇവിടെ നട്ടിരിക്കുന്നത്. 8 മീറ്റർ അകലത്തിലാണ് ഓരോ മാവുകളും നട്ടിരിക്കുന്നത്. 3-ാമത്തെ വർഷം തന്നെ എല്ലാ മാവുകളും പൂക്കുവാൻ തുടങ്ങി. എന്നാൽ നീല മാവുകളിൽ മാത്രമാണ് കായ്കൾ ഉണ്ടായത്. മാവുകൾക്ക് ഇടവിളയായി ഇവിടെ മരിച്ചീനിയാണ് നട്ടിരിക്കുന്നത്. ഈ കാണുന്ന മാവുകളെല്ലാം കുഴിപ്പുളം ബോട്ടാണിക്കൽ ഗാർഡനിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. എല്ലാം നല്ല ആരോഗ്യമുള്ള ചെടികളായിരുന്നു. ഒരു ചെടി പോലും നശിച്ചു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം നല്ലതുപോലെ നട്ട് നല്ല ആരോഗ്യമായിട്ട് തന്നെ വരുന്നുണ്ട്, പൂവിടുന്നുണ്ട്, ചില മാവുകൾ കായ്ക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. കുറച്ച് മാവിൻ തൈകൾ കൂടി മേടിച്ചിട്ടുണ്ട്. അതും കുഴിപ്പുളം ബോട്ടാണിക്കൽ ഗാർഡനിൽ തന്നെയാണ്. കണ്ടല്ലോ, നല്ല നല്ല മാവിൻ തൈകളാണ്. ഇനി എങ്ങനെയാണ് ചെടികൾ നടുന്നതെന്ന് നോക്കാം. 1.5 മീറ്റർ താഴ്ചയും ചുറ്റളവുമുള്ള കുഴികളാണ് മാവ് നടാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മണ്ണ് നല്ലതുപോലെ കുഴികളിൽ നല്ലതുപോലെ മണ്ണ് ഇളക്കി നല്ലതുപോലെ ഒരുക്കിയതിന് ശേഷം വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, നല്ല ഉണങ്ങിയ ചാണകപ്പൊടി എന്നിവ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഏഷ്യൻ പെയിൻറ്റിൻ്റെയൊക്കെ പ്ലാസ്റ്റിക് ബക്കറ്റ് ഉണ്ടല്ലോ, അതിൽ 1.5 ബക്കറ്റ് വീതം ഓരോ കുഴികളിലും ഇട്ടിട്ട് മണ്ണുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിരിക്കുന്നത്. എടുത്ത കുഴികളുടെ മധ്യഭാഗത്തായിട്ട് ഒരു ചെറിയ കുഴി എടുക്കുകയും അതിലേക്കാണ് മാവിൻ തൈകൾ ഇറക്കി വയ്ക്കുകയും നടുകയും ചെയ്യുന്നത്. മറ്റു ചെടികളെപ്പോലെ തന്നെ മാവിനും നന വളരെ അത്യാവശ്യമാണ്. ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ മാവിന് ജലസേചനം നൽകേണ്ടതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, മാവ് പൂവിടുന്ന സമയത്ത് ഫ്രൂട്ട് ഫ്ലൈസ് അതിൻ്റെ ശല്യം നന്നായിട്ടുണ്ടാകാറുണ്ട്. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടി ഫെറമോൺ കെണി മേടിക്കാൻ കിട്ടും. അത് ഈ മാവിൽ തൂക്കിയിടുക. അപ്പോൾ അതിലേക്ക് ഈ ഫ്രൂട്ട് ഫ്ലൈസ് അട്രാക്റ്റ് ചെയ്യുകയും അതിലകപ്പെട്ട് അത് നശിച്ചു പോവുകയും ചെയ്യും. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.